ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പരിപ്പ് വട വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ അമർത്താൻ മറക്കരുത്. ഇനി വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വട പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 6 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കുക. സവോള ഒരെണ്ണം ചെറുത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 2 അല്ലി അരിഞ്ഞെടുത്തത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഉണക്കമുളക് 2 എണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂൺ. പെരുംജീരകം വന്നിട്ട് ഓപ്ഷണലാണ്. വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 1 കപ്പ് വടപരിപ്പ് എടുത്ത് വെച്ചത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്താണ്. ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അരകല്ലിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് ഒരു വലിയ സ്പൂൺ നമുക്ക് പരിപ്പൊന്ന് എടുത്ത് മാറ്റി വെക്കണം. കാരണം നമ്മൾ പരിപ്പ് വട റെഡിയാക്കി എടുക്കുമ്പോൾ അതിൽ കുറച്ച് പരിപ്പൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവനും ക്രഷ് ചെയ്തെടുക്കാതെ ഒരു വലിയ സ്പൂൺ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പരിപ്പിൻ്റെ പകുതി ഭാഗം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് വേണം, മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. പരിപ്പ് നന്നായിട്ട് അരഞ്ഞു പോകാതെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ചിട്ട് വേണം ഇതിനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അരഞ്ഞു പോകാതെ ഇതേപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള പരിപ്പും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പരിപ്പ് മുഴുവനും അരച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ശ്രദ്ധിക്കുക, ഇതും അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇതിനെ ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ പരിപ്പുമായിട്ട് ചേർത്ത് മിക്സാക്കി എടുക്കാം. പരിപ്പ് നമ്മളിവിടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത് ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പരിപ്പ് സോക്ക് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്യാതെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് പരിപ്പ് വടയ്ക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം വന്നിട്ട് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പോൾ കറിവേപ്പില പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യമേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ പരിപ്പ് സോക്ക് ചെയ്തതിൻ്റെ ചെറിയൊരു നനവ് ഇതിലുണ്ട്, അത് മതിയാവും. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു സംഭവം കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നമ്മൾ എരിവിനായിട്ടല്ല, ജസ്റ്റ് പരിപ്പുവടയുടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിപ്പോൾ ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പം നമ്മളിത് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളയായിട്ട് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയായി കിട്ടുന്നത് വരെ ഇതിനെ നന്നായിട്ട് മയപ്പെടുത്തി ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുള ഉരുട്ടി എടുക്കാനായിട്ട് പറ്റണം, പൊടിഞ്ഞു പോകാതിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കാശ്മീരി മുളക് പൊടിയോ ഹോട്ട് ചില്ലി പൗഡറോ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതേപോലെ ഒരു ഉരുള കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്യുക. ഇനി ഇതിനെ മറ്റേ കയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ കനം കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള വടകളും കൂടെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് ഞാൻ ഒരേ സമയം ഒരു 4 എണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കുഴിവുള്ള ഇൻഡാലിയം ചീനച്ചട്ടിയിൽ കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ആ ബാക്കി വരുന്ന ഓയിൽ എക്സ്ട്രാ ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഇതിനെ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കാം. വൺ സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും ഒരുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ലോ ടു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് വല്ലാതെ നിറം മാറിപ്പോകും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ആ ഒരു പെർഫെക്റ്റ് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് ബാക്കിയുള്ള വടകളും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതിനെ നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കിയുള്ള വടകളും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴിവുള്ള ചീനച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ എണ്ണ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ബാക്കി വരുന്ന എണ്ണ നമുക്കൊരു പ്രശ്നമാണ്. എണ്ണ വീണ്ടും നമ്മൾ അതേ എണ്ണ തന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അതുകൊണ്ട് ഇതേപോലെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനും വടകളും ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു വട തന്നെയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ നല്ല ചൂടൻ പരിപ്പ് വട ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല സക്സസ് ആയിട്ട് വരും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമസ്കാരം.